നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് തുടക്കമായി. കനത്ത മഴയുണ്ട്. എന്തായാലും LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തി. നേരത്തെ 6 മണിയോടെ വിവിധ ബൂത്തുകളിൽ മോക്ക് പോൾ നടന്നിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ ഏവരുമായിരിക്കുന്നത്. എന്താണ് നടക്കുക, ആർക്കൊപ്പം നിലമ്പൂർ നിൽക്കും എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. 263 പോളിംഗ് ബൂത്തിലായി 2,32,381 വോട്ടർമാരാണ് നിലമ്പൂരിന്റെ വിധിയെഴുത്ത് നടത്തുന്നത്. വോട്ടർമാരിൽ 1,13,613 പുരുഷന്മാരും 1,18,760 വനിതകളും 8 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. 7,787 പേർ പുതിയ വോട്ടർമാരാണ്. ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാനായി 7 മേഖലകളിലായി 11 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് നിലവിലുള്ളത്. വനത്തിനുള്ളിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തുകയും ചെയ്യും. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനെ കണക്കാക്കപ്പെടുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ മത്സര രംഗത്ത് ഇറക്കിയതോടെയാണ് നിലമ്പൂരിൽ മത്സരം പ്രവചനാതീതമായ ഒരു തലത്തിലേക്ക് മാറിയത്. ആദ്യഘട്ടത്തിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന PV അൻവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പിന്നാലെ മത്സരിക്കാൻ അദ്ദേഹവും കൂടി കളത്തിൽ ഇറങ്ങുന്നു. ഇതോടെ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ആവേശകരമായി മാറുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. നിലമ്പൂരിൽ മത്സരിച്ചേക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ സൂചന നൽകിയ BJP കൂടി മത്സര രംഗത്തേക്ക് പിന്നീട് വന്നു. ഇതോടെ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതി. എന്തായാലും നിലമ്പൂർ വിധിയെഴുതുകയാണ്. ആർക്കൊപ്പമാണ് നിലമ്പൂർ ജനത ചിന്തിക്കുക? ഇത് അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു, വരുത്തിവെച്ച തിരഞ്ഞെടുപ്പാണിത്, അല്ലെങ്കിൽ ഒരു ചതിയുടെ ഫലമായി ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പാണിത് എന്നതടക്കമുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുകയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെ നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ UDF രംഗത്തിറക്കിയത് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ്. ആ ലക്ഷ്യം UDFന് നേടാനാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ശക്തമാകുന്നത്. DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന PV അൻവറിന്റെ സമ്മർദ്ദത്തെ അവഗണിച്ചായിരുന്നു UDF ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി മത്സര രംഗത്തേക്ക് ഇറക്കിവിട്ടത്. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട BJP മുൻ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10 പേരാണ് മത്സര രംഗത്തുള്ളത്. 14 പേരായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രികാ സമർപ്പണം നടത്തിയത്. ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന്റെ അപരൻ ഉൾപ്പെടെയുള്ള 4 പേർ പത്രിക പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. 3-ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന പ്രതീതി ഇടതുമുന്നണി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലമ്പൂരിലെ പോരാട്ടം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇത് നിർണായകം തന്നെയാണ്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളും പിണറായി സത്തിനെതിരെ നിലമ്പൂർ വിധിയെഴുതുമെന്ന വിവരണവും വാഗ്വാദവും ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ നിലമ്പൂരിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളിയായ ഒരു സാഹചര്യം തന്നെയാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ചർച്ചയായി. ഈ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വികസന പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ ഒരു പ്രചരണ സമയത്ത് വളരെയധികം ചർച്ചയായത്. ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണച്ചത് വലിയ രാഷ്ട്രീയമായ ഒരു ആയുധമായിട്ട് ഇടതുമുന്നണി ഉയർത്തിയിരുന്നു. എന്നാൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസം RSSുമായി സഹകരിച്ചിരുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖത്തിലെ വെളിപ്പെടുത്തൽ അത് ഇടതുമുന്നണിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. ഈ കാര്യത്തിൽ CPIയും CPMും 2 തട്ടിലാകുന്ന കാഴ്ചയൊക്കെ രാഷ്ട്രീയ കേരളം കാണേണ്ടി വന്നു. മലയോര കർഷകരുടെ നിലപാടും പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ആർക്കൊപ്പം? ഇതാണ് ഇനി ഉയരുന്ന ചോദ്യം. അത് ഉത്തരം അറിയേണ്ടത്. നിലമ്പൂരിൽ നിർണായകമാകുന്നത് എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫലം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വോട്ട് ബാങ്കുകളുടെ പരമ്പരാഗത സ്വഭാവത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടാകുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. PV അൻവറും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ലക്ഷ്യമിടുന്നത് പ്രധാനമായും വോട്ട് ബാങ്കുകളാണ്. മെയ് 25-നായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവിലേക്കായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. നിലമ്പൂരിന് പുറമെ 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ്,
പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ച്, ഗുജറാത്തിലെ കാദി, വിസാവാദാർ എന്നിവിടങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ്. മെയ് 26-നായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഗസറ്റ് വിജ്ഞാപനം. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-നായിരുന്നു. അതേസമയം വോട്ട് ചെയ്യാനെത്തിയ ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളോട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ്: നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മഴയൊന്നും ബാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാവില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കാവുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. ഇത്തവണ 59 ബൂത്താണ് വർദ്ധിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 184-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. 7 സ്ഥലങ്ങളിലായി 14 പോളിംഗ് ബൂത്തുകളെ പ്രശ്നസാധ്യതാ ബൂത്തുകളായി പരിഗണിച്ച് 40 കേന്ദ്രസേനയിലെ 40 അംഗങ്ങളെ ഉപയോഗിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നിലമ്പൂരിൽ ജനവിധി തെരഞ്ഞെടുപ്പ് 10 സ്ഥാനാർത്ഥികളാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ബൂത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഈ കനത്ത മഴയൊക്കെ പെയ്യുന്നുണ്ട്. അരമണിക്കൂറിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് 4% പിന്നിട്ടത്. ഇതിനിടയിൽ വഴിക്കടവ് പഞ്ചായത്തിലെ മരുതയിലെ 22-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ചില വോട്ടർമാർ മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സമീപത്തെ ബൂത്തുകളിൽ ആര്യാടൻ ഷൗക്കത്ത് സന്ദർശനം നടത്തിയിരുന്നു. പോളിംഗ് ശതമാനം ഇത്തവണ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. എന്തായാലും നിലമ്പൂർ ജനത വിധി എഴുതുകയാണ്. ആർക്കൊപ്പം നിൽക്കും, ആർക്കൊപ്പമാണ് നിലമ്പൂർ ജനതയുടെ ഇപ്പോഴത്തെ നിലപാട്? നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ നിലമ്പൂർ ജനത ചിന്തിച്ചത് LDFിലെ PV അൻവറിനൊപ്പമായിരുന്നു. പക്ഷെ PV അൻവർ രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം LDF വിടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലമ്പൂർ ജനത മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കപ്പെട്ടത്. ഇടതുപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചു. ഒരു ചതിയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നടക്കമുള്ള പ്രതികരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല, BJP സ്വീകരിച്ച നിലപാട് അനാവശ്യമായൊരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിലായിരുന്നു BJPയുടെയും പ്രതികരണം. ഇത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പേ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്ന ഒരു അഭിപ്രായമൊക്കെ ഉയർന്നു നിൽക്കുന്നതിനിടെ ാണ് ഇപ്പോൾ ജനം വിധിയെഴുത്തിനായി എത്തിയിരിക്കുന്നത്. പോളിംഗ് ശതമാനം കൂടുമോ ഇല്ലയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പ്, അത് ജനങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കും, അവർ ആർക്കൊപ്പം നിൽക്കും? അൻവറിനൊപ്പം തന്നെ നിൽക്കുമോ, അതോ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുമോ, M സ്വരാജിനൊപ്പം നിൽക്കുമോ, മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കുമോ? ഈ ചോദ്യമൊക്കെ ശക്തമാവുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന 23-ാം തീയതി അറിയാം ആർക്കൊപ്പം നിലമ്പൂർ ജനത നിൽക്കുന്നു, ആർക്കൊപ്പം ാണ് നിന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിലമ്പൂർ ജനത വിധി എഴുതുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.